29 കൊല്ലായി പൂള പൊരിക്കുന്നു. പൂള നമ്മൾ പൊങ്ങി കഴിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിലൊരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിച്ചത്. അത് നമ്മള് തൊലിന്റെ ഉള്ളിലുള്ള തൊലിയില്ലേ, അതിലാണ് അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ രീതിയിൽ വേവിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കുക്കറിൽ വേവിക്കരുത് എന്നാണ് ഇതിനെപ്പറ്റി അറിയുന്ന ശാസ്ത്രീയമായി തെളിയിച്ച ആൾക്കാർ പറയുന്നത്. കുക്കറിൽ വേവിക്കാൻ പാടില്ല. ഏറ്റവും ഓപ്പണായിട്ട് നമ്മൾ പണ്ട് ചെമ്പിലും ചട്ടിയിലൊക്കെ വേവിക്കുന്നില്ല, അതുപോലെ വേവിച്ചിട്ട് ഇതാക്കുമ്പോ അതിന്റെ വിഷാംശങ്ങളൊക്കെ ആവിയായിട്ട് അങ്ങ് പോകും. കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അതെ. പിന്നാണ് ഇതിന്റെ ഈ പൂള പുഴുങ്ങി കഴിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചെറുപയർ അല്ലെ അങ്ങനത്തെ എന്റെ കൂട്ടി കഴിക്കും പഴയ ആൾക്കാരൊക്കെ. അതിന് കാരണമുണ്ട്. കാരണം ഇതിൽ അടങ്ങിയ വിഷാംശങ്ങൾ അതിൽ കൂടെ അങ്ങ് ഇല്ലാതെ ആവുന്നു. അവിടെ പൂള പുഴുങ്ങിയത് മാത്രം കഴിക്കരുത്. പച്ചക്കായി, ചെറുപയറ്, കടല ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത്. അതാണ് കാരണം. അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ പൂള പൊരിച്ചതിനെ പറ്റി പറയുകയാണെങ്കിലോ? പൂള പൊരിച്ചതിനെ പറ്റി പറയാനുണ്ടെങ്കിൽ പൂള പൊരിച്ചതിന് സാധാരണ ഇതില് മറ്റേ കൊളസ്ട്രോൾ എണ്ണയുടെ പ്രശ്നമാണ്. ഇത് കഴിക്കാൻ പറ്റാത്തവർക്ക് കഴിക്കാൻ പാടില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്ക് എണ്ണ കഴിക്കാൻ പാടില്ല. അതാണ് പൂള പൊരിച്ചതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളിപ്പോ ലൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലത് പൂളാണ്. അത് ഓക്കെ. അതിന് കെമിക്കൽ ചേർക്കുന്നുണ്ട്. അത് കിടക്കാതെ 3 മാസം 6 മാസം കഴിഞ്ഞാലും ലൈസ് കിടക്കാവൂല. പക്ഷെ പൂള പൊരിച്ചത് ഒരു 6 ദിവസം 7 ദിവസം കഴിഞ്ഞ് കിടക്കാവും. കാരണം അതിൽ കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട്. മറ്റൊരു ലൈസുകൾ പിന്നെ പൊരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എണ്ണ മാത്രം. എണ്ണ കഴിക്കുന്നവർക്ക് പ്രശ്നമല്ല, നമ്മളെല്ലാം കഴിക്കുന്നില്ല. കാരണം കൊളസ്ട്രോൾ ഉള്ളവർക്ക് എണ്ണ കഴിക്കാൻ പാടില്ലല്ലോ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. കൊളസ്ട്രോളുള്ളവർക്ക് മീൻ പൊരിച്ച് കഴിക്കാൻ പാടില്ല, ഈ എണ്ണയും പൊരിച്ച് ഒന്നും കഴിക്കാൻ പാടില്ല. അതേ ഉള്ളൂ. അല്ലാണ്ട് ഇതില് കൊളസ്ട്രോൾ ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, എണ്ണയാണ് പ്രശ്നം. എണ്ണ നമ്മളിപ്പോ മീൻ പൊരിച്ചതായാലും പൂള പൊരിച്ചതായാലും എന്ത് പൊരിച്ചതാണെങ്കിലും എണ്ണയിൽ ബിരിയാണി, നെയ്ച്ചോറ് അതൊന്നും കഴിക്കാൻ പാടില്ല. അതിലൊന്നും കഴിക്കാൻ പാടില്ല കൊളസ്ട്രോൾ. അല്ലാതെ പൂള പൊരിച്ചതിനായിട്ട് പ്രശ്നമൊന്നുമില്ല. അതാണ്. എങ്ങനെയാണ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് പൂള വെച്ചാണ്? സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ സ്ഥിരം ഒരു ദിവസം ലീവാക്കിയാൽ തന്നെ പിറ്റേ ദിവസം വന്നിട്ട് അന്നേരം തുറക്കാണ്ടായി പോയത് ഞാൻ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിയില്ല. കാരണം ബേക്കറികളിലെല്ലാം കെമിക്കൽ ചേർക്കാത്ത ബേക്കറി ഒരു സാധനം ഇല്ലല്ലോ. അപ്പൊ കെമിക്കൽ ചേർക്കാത്തൊരു സാധനം ഞാനിതിൽ ചേർക്കുന്ന വെച്ചാൽ ഉപ്പ് മാത്രമാണ്. ഇനിയിപ്പോ ഉപ്പ് വേണ്ടാന്ന് പറയുന്നവർക്ക് ഉപ്പ് ഇല്ലാതെ കൊടുക്കാം. ഈ വിശറൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വരുന്നുണ്ട്. ഉപ്പ് ചേർക്കാതെ കഴിക്കാം. അങ്ങനെ കൊടുക്കാറുണ്ട്. സാധാരണ ഉപ്പ് ചേർത്തിട്ട് വെക്കല്. അങ്ങനെ വരുന്നവർക്ക് ഓർഡർ പ്രകാരം ഞാൻ ഉപ്പ് ചേർക്കാതെ കൊടുക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. 10 അപ്പൊ മക്കളെ, പൂളയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കാരണം നമ്മൾ റഷീദ്. അപ്പൊ ആർക്കെങ്കിലും പൂള വേണമെങ്കിൽ റഷീദ് ഞങ്ങളുടെ ഷോപ്പിന്റെ പേരെന്താ? നമ്മൾ ആസ്പത്രി താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിലുണ്ടാവും. അത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും ഹെൽത്ത് കാർഡും മുനിസിപ്പാലിറ്റി പെർമിഷൻ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ്. അല്ലാണ്ട് നമ്മള് ഇതിപ്പോ എന്താ സംഭവിച്ചാലും അതിൽ കൂടെ നമ്മൾ പിടിക്കാൻ പറ്റും. ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു.